നമുക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, 2024 ഫോർമുല 1 ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ കിരീടം നേടിയതാരാണ്? 2024 ഫോർമുല 1 ജാപ്പനീസ് പ്രീ കിരീടം നേടിയത് ആരാ? മാക്സ് വെസ്തപ്പൻ ആണ് അല്ലേ? ഓപ്ഷൻ എ മാക്സ് വെസ്തപ്പൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, 2024 സ്പാനിഷ് കോപ്പ ഡെൽറേ ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? 2024 സ്പാനിഷ് കോപ്പ ഡെൽറേ ഫുട്ബോൾ കിരീടം നേടിയത് ആരാ? അത്ലറ്റിക്കോ ബിൽബാവോയാണ്. ഓപ്ഷൻ സി ആണ്, അത്ലറ്റിക്കോ ബിൽബാവോ. മൂന്നാമത്തെ ചോദ്യം, NSGയുടെ ഡയറക്ടർ ജനറൽ ആരാം? NSGയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായ വ്യക്തി ആരാ? നളിൻ പ്രഭാത് ആണ് കേട്ടോ. നളിൻ പ്രഭാത്, ഓപ്ഷൻ സി നളിൻ പ്രഭാത്. നാലാമത്തെ ചോദ്യം, പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും അതുപോലെ കൗൺസിലിങ്ങിനുമായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിങ്ങിനുമായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാ? ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻറ്റ് ടു ടാക്കിൾ സ്ട്രെസ് ആണ്. ഓപ്ഷൻ സി ആണ്, ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. അഞ്ചാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ റഷ്യ ആക്രമിച്ച ഉക്രൈനിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ റഷ്യ ആക്രമിച്ച ഉക്രൈനിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏതാ? ഓപ്ഷൻ ബി സാപ്പോറിഷ്യ. 6ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ എ രാമേശ്വരം. ഏഴാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ ഫോസിലിൻ്റെ പഠനത്തിലൂടെ ഗവേഷകർ തിരിച്ചറിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ ഫോസിലിൻ്റെ പഠനത്തിലൂടെ ഗവേഷകർ തിരിച്ചറിഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പ് ഏതാ? ഓപ്ഷൻ സി വസുഖി ഇൻഡിക്കസ് ആണ് കേട്ടോ. വസുഖി ഇൻഡിക്കസ്. എട്ടാമത്തെ ചോദ്യം, ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി ആരാണ്? ഓപ്പൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇന്ത്യയുടെ ആദ്യത്തെ ജീവനക്കാരി ആരാ? പ്രഗ്യ മിശ്രയാണ്. ഓപ്ഷൻ ബി പ്രഗ്യ മിശ്ര. ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ് ആര്? പ്രഗ്യ മിശ്ര. 9, 2024 ഏപ്രിൽ മാസത്തിൽ സർവീസ് അവസാനിപ്പിച്ച ആകാശത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന എയർ ഇന്ത്യയുടെ വിമാനം ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ സർവീസ് അവസാനിപ്പിച്ച ആകാശത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന എയർ ഇന്ത്യയുടെ വിമാനം ഏതാണ്? ഓപ്ഷൻ എ ബോയിങ് 747 ആണ് കേട്ടോ. ബോയിങ് 747 ആകാശത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് ഇത്, ബോയിങ് 747. 10ാമത്തെ ചോദ്യം, 2024 ആർച്ചറി ലോകകപ്പിന് വേദിയായത് എവിടെയാണ്? 2024 ആർച്ചറി ലോകകപ്പിന് വേദിയായ നഗരം എവിടെയായിരുന്നു? ഷാങ്ഹായ് ആണല്ലേ, ഷാങ്ഹായ്. ഓപ്ഷൻ ബി ഷാങ്ഹായ്. 11, 2024 ഏപ്രിൽ ഇസ്രയേൽ നിരോധനം ഏർപ്പെടുത്തിയ ഖത്തർ അന്താരാഷ്ട്ര മാധ്യമം ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ ഇസ്രയേൽ നിരോധനം ഏർപ്പെടുത്തിയ ഖത്തറിലെ അന്താരാഷ്ട്ര മാധ്യമം ഏതായിരുന്നു? അൽ ജസീറ അല്ലേ. ഓപ്ഷൻ സി അൽ ജസീറ. 12, ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറക്കിയ ആപ്പ് ഏതാ? ശക്തിയാണ്. ഓപ്ഷൻ സി ശക്തി എന്ന് പറയുന്ന ആപ്പാണ്. 13, കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ഏതാണ്? കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ നടന്ന ദിവസം എന്നായിരുന്നു? ഏപ്രിൽ 26-നാണ്. 2024 ഏപ്രിൽ 26-നാണ് ഇലക്ഷൻ നടന്നത്. 14, 2024 ഇറ്റാലിയൻ സീരിയ ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? 2024 ഇറ്റാലിയൻ സീരിയ ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതായിരുന്നു? ഇന്റർ മിലാനാണ്. ഓപ്ഷൻ ബി ഇന്റർ മിലാന്. 15, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ ചാൻസലറായിട്ട് ചുമതലയേറ്റതാരാണ്? അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ ചാൻസലറായിട്ട് ചുമതലയേറ്റ വ്യക്തി
ആരാ? നൈമ ഖാത്തൂറാണ്. നൈമ ഖാത്തൂൻ. ഓപ്ഷൻ ബി നൈമ ഖാത്തൂന്. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വനിതാ ചാൻസലർ വന്നിട്ടുണ്ട്. ആരാ? നൈമ ഖാത്തൂന്. 16ാം ചോദ്യം, സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 4ാം സ്ഥാനമാട്ടോ. ഓപ്ഷൻ എ 4ാം സ്ഥാനം. 17 ഇറാന്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്? ജലവൈദ്യുത പദ്ധതിയാണ്. ഇറാന്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാ? ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി ആട്ടോ. ഉമ ഓയ ജലവൈദ്യുത പദ്ധതി ആട്ടോ. ഓപ്ഷൻ സി ഉമ ഓയ ജലവൈദ്യുത പദ്ധതി. എന്താ? ഇറാന്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഇത്. ഉമ ഓയ ജലവൈദ്യുത പദ്ധതി. 18ാമത്തെ ചോദ്യം, സെനഗലിന്റെ പ്രസിഡന്റായിട്ട് നിയമിതനായ വ്യക്തി ആരാ? സെനഗലിന്റെ പ്രസിഡന്റായിട്ട് നിയമിതനായ വ്യക്തി ആരാ? ബസിരു ഡിയോമായോ ഫയെ ആണ്. ഓപ്ഷൻ സി ആണ്. ബസിരു ഡിയോമായോ ഫയെ. 19ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ 1 20ാം വാർഷികം ആഘോഷിച്ച ഇമെയിൽ സർവീസ് ഏതാണ്? 2024 ഏപ്രിൽ 1 20ാം വാർഷികം ആഘോഷിച്ച ഇമെയിൽ സർവീസ് ഏതാ? ജിമെയിൽ ആണ് അല്ലെ. ഗൂഗിളിന്റെ ജിമെയിലാണ് എത്രാം വാർഷികം? 20 വാർഷികം ആഘോഷിച്ചത്. 20ാമത്തെ ചോദ്യം, ICCയുടെ അമ്പയർമാരുടെ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? ICCയുടെ അമ്പയർ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? ആരാ ഉൾപ്പെട്ടത്? ഓപ്ഷൻ ഡി ആണ്. നിതിൻ മേനോൻ കേട്ടോ. നിതിൻ മേനോൻ. ICCയുടെ അമ്പയർമാരുടെ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ട മലയാളിയാണ് ആര്? നിതിൻ മേനോൻ. 21ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനാരാ? 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാ? ഓപ്ഷൻ സി പീറ്റർ ഹിഗ്സ് ആണ് കേട്ടോ. പീറ്റർ ഹിഗ്സ്. 22ാം ചോദ്യം, ഏപ്രിൽ കഞ്ചാവിന്റെ ഉപയോഗം നിയമവിധേയമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച രാജ്യം ഏതാണ്? ഏപ്രിൽ കഞ്ചാവിന്റെ ഉപയോഗം നിയമവിധേയമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച രാജ്യം ഏതായിരുന്നു? ജർമ്മനിയാണ് അല്ലെ. ഓപ്ഷൻ ഡി ജർമ്മനിയാണ്. 23 2024 മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് പുരുഷ ഡബിൾസ് കിരീടം നേടിയതാരാണ്? 2024 മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ ഡി ആണ്. രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനും ആട്ടോ. മാത്യു എബ്ഡനും രോഹൻ ബൊപ്പണ്ണയുണ്ട്. രോഹൻ ബൊപ്പണ്ണ നമ്മുടെ ഇന്ത്യക്കാരനും മാത്യു എബ്ഡൻ ഓസ്ട്രേലിയക്കാരനും ആട്ടോ. ഇനി 24ാം ചോദ്യം, ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായ ഇന്ത്യക്കാരനാരാണ്? ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായ ഇന്ത്യക്കാരൻ ആരാ? രാകേഷ് മോഹനാണ്. ഓപ്ഷൻ എ രാകേഷ് മോഹൻ. 25 ഇന്ത്യയിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാ? ദേവികയാണ്. ഓപ്ഷൻ ബി ദേവികയാണ്. 26 ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നൽകുന്ന ISP അതായത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ കേരളത്തിലെ തുറമുഖം ഏതാണ്? ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നൽകുന്ന ISPS അതായത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ കേരളത്തിലെ തുറമുഖം ഏതായിരുന്നു? വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖമാണ്. ഓപ്ഷൻ എ ആണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖം. 27 2024 IPL സീസണിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയതാരാണ്? 2024 IPL സീസണിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയത് ആരാ? വിരാട് കോഹ്ലിയാണ്. ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി. 28 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 ഏപ്രിൽ മാസത്തിലെ കണക്ക് പ്രകാരം ഫിഫയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? എത്ര റാങ്കായിരുന്നു? 121ാം റാങ്ക് ആട്ടോ. 121ാം റാങ്കാണ് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയുള്ളത്. 29 കേരള കെട്ടിട നികുതി ഭേദഗതി ബില്ല് 2023 പ്രകാരം വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കെട്ടിട
നികുതി ഭേദഗതി ബില്ല് 2023 പ്രകാരം വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി എന്ന പേരിലാണ്. ഓപ്ഷൻ ഡി, അധിക നികുതി എന്ന പേരിലാണ്. 30 ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടുന്ന മലയാള സിനിമ ഏതാണ്? ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടുന്ന മലയാള സിനിമ ഏതാ? ആടുജീവിതമാണ്. ഓപ്ഷൻ എ, ആടുജീവിതം. 31 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാനായിട്ട് നിയമിതനായതാരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ആരാ? ബൈജുനാഥ് ആണ് അല്ലെ, കെ ബൈജുനാഥ്. 32 IPL 4000 റൺസ് നേടുന്ന ആദ്യത്തെ മലയാളി താരം ആരാണ്? IPL 4000 റൺസ് നേടുന്ന ആദ്യത്തെ മലയാളി താരം ആരാ? സഞ്ജു സാംസൺ ആണ്, സഞ്ജു സാംസൺ. 33 IPL 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും തികച്ച ആദ്യത്തെ താരം ആരാണ്? IPL 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും തികച്ച ആദ്യ താരം ആരാ? രവീന്ദ്ര ജഡേജയാണ്. ഓപ്ഷൻ എ, രവീന്ദ്ര ജഡേജ. 34 2024 ഏപ്രിൽ മാസത്തിൽ ലക്ഷദ്വീപിൽ ആരംഭിച്ച തീരസംരക്ഷണ പരിശീലനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? 2024 ഏപ്രിൽ മാസത്തിൽ ലക്ഷദ്വീപിൽ ആരംഭിച്ച തീര സംരക്ഷണ പരിശീലനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? സാഗർ കവച് 1-24 എന്നാണ്. സാഗർ കവച് 1-24. 35ാമത്തെ ചോദ്യം, 2024 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രീ കിരീടം നേടിയത് ആരാണ്? 2024 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രീ കിരീടം നേടിയത് അതും ആര് തന്നെയാ? മാക്സ് വെസ്തപ്പൻ തന്നെയാണ്. 36ാമത്തെ ചോദ്യം, 2024 ലോറ സ്പോർട്സ് അവാർഡ്സിൽ മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? 2024 ലോറ സ്പോർട്സ് അവാർഡിൽ മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഐതാന ബോൺമാറ്റിയാണ്. ഓപ്ഷൻ സി, ഐതാന ബോൺമാറ്റി. 37 അടുത്തിടെ പുറത്തിറങ്ങിയ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ അവസാനത്തെ നോവൽ ഏതാണ്? അടുത്തിടെ പുറത്തിറങ്ങിയ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ അവസാനത്തെ നോവൽ ഏതായിരുന്നു? അൺടിൽ ഓഗസ്റ്റ് ആണ്. ഓപ്ഷൻ സി, അൺടിൽ ഓഗസ്റ്റ്. 38 ഹോക്കി ഇന്ത്യയുടെ വാർഷിക പുരസ്കാരത്തിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഹോക്കി ഇന്ത്യയുടെ വാർഷിക പുരസ്കാരത്തിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഹാർദിക് സിംഗ് ആണ്. ഓപ്ഷൻ സി, ഹാർദിക് സിംഗ്. 39 ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ പറഞ്ഞായിരുന്നു, ദേവികയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ആരാ? ഡെവിൻ ആണ്. ഓപ്ഷൻ ബി, ഡെവിൻ ആണ്. 40 2024 ഏപ്രിൽ മാസത്തിൽ 3 ബഹിരാകാശ യാത്രികരെ ഭൂമിയിൽ തിരിച്ചെത്തിച്ച റഷ്യൻ ബഹിരാകാശ വാഹനം ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ 3 ബഹിരാകാശ യാത്രികരെ ഭൂമിയിൽ തിരിച്ചെത്തിച്ച റഷ്യൻ ബഹിരാകാശ വാഹനം ഏതാ? സോയൂസ് MS-24 ആണ്. സോയൂസ് MS-24. 41 2024 ദൃശ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്നാണ്? 2024 ദൃശ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏത് ദിവസമായിരുന്നു? 2024 ഏപ്രിൽ 8-നാട്ടോ. 2024 ഏപ്രിൽ 8-നായിരുന്നു. 42 പരിക്കിനെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ മലയാളി അത്ലറ്റ് ആരാണ്? പരിക്കിനെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ മലയാളി അത്ലറ്റ് ആരാ? മുരളി ശ്രീശങ്കർ ആട്ടോ. ഓപ്ഷൻ സി, മുരളി ശ്രീശങ്കർ. 43 ഒന്നാമത് ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഒന്നാമത് ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരായിരുന്നു? ഇടവേള ബാബു ആണ്. ഓപ്ഷൻ എ ആണ്, ഇടവേള ബാബു. 44 2024 ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താ? ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം അല്ലേ? അതിൻ്റെ പ്രമേയം 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എന്തായിരുന്നു? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ് കേട്ടോ. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 45ാമത്തെ ചോദ്യം, പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാരാണ്?
പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം? ആരാ? നൊവാക്ക് ജോക്കോവിച്ച് ആണ്. ഓപ്ഷൻ ബി നൊവാക്ക് ജോക്കോവിച്ച്. 46 സ്ലോവാക്യയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? സ്ലോവാക്യയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ഡി പീറ്റർ പെല്ലഗ്രീനിയാണ്. പീറ്റർ പെല്ലഗ്രീനി. 47 2024 ഏപ്രിൽ പക്ഷിപ്പനിയുടെ H5N1 വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? 2024 ഏപ്രിൽ പക്ഷിപ്പനിയുടെ H5N1 വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാ? അമേരിക്കയാണ്. ഓപ്ഷൻ എ അമേരിക്ക. 48ാമത്തെ ചോദ്യം, 2023-24 സീസണിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? 2023-24 സീസണിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാ? മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ആട്ടോ. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്. 49ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച കേരള ക്രിക്കറ്റിന്റെ വളർച്ചയിൽ സുപ്രധാന പങ്ക് വഹിച്ച ക്രിക്കറ്റ് താരമാരാണ്? 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച കേരള ക്രിക്കറ്റിന്റെ വളർച്ചയിൽ സുപ്രധാന പങ്ക് വഹിച്ച ക്രിക്കറ്റ് താരം ആരാ? ബി രവിയച്ചൻ ആട്ടോ. പി രവിയച്ചൻ. ഓപ്ഷൻ ഡി പി രവിയച്ചൻ. അപ്പോൾ പി രവിയച്ചൻ എന്ത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരി ആരാണ്? 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരി ആരാ? മാരിസ് കോണ്ടെയാണ്. ഓപ്ഷൻ സി മാരിസ് കോണ്ടെ. 51 അടുത്തിടെ പക്ഷിപ്പനിയുടെ H5N1 വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യം നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? അമേരിക്ക അല്ലേ? ഓപ്ഷൻ അമേരിക്കയായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇനി 52ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച തദ്ദേശീയ നിർമ്മിത ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഏതാണ്? ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച തദ്ദേശീയ നിർമ്മിത ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഏതായിരുന്നു? നിർഭയാണ്. ഓപ്ഷൻ എ നിർഭയ്. 53 പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് ഒളിമ്പിക് ദീപശിഖ തെളിയിച്ച ഗ്രീക്ക് നടി ആരാ? പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് ഒളിമ്പിക് ദീപശിഖ തെളിയിച്ച ഗ്രീക്ക് നടി ആരായിരുന്നു? മേരി നിനയാണ്. ഓപ്ഷൻ സി മേരി നിന. 54 2024 ഏപ്രിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇ വിസ അനുവദിച്ച രാജ്യം ഏതാണ്? ഇ വിസയാണ്. ഇ വിസ അനുവദിച്ച രാജ്യം ഏതാ? ജപ്പാനാണ്. ഓപ്ഷൻ എ ജപ്പാന്. 55 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായ വ്യക്തി ആരാ? മുഹമ്മദ് സലീമാണ്. ഓപ്ഷൻ എ മുഹമ്മദ് സലീം. 56 2024 ഏപ്രിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? 2024 ഏപ്രിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? എവിടെയാ? ഇന്തോനേഷ്യ. ഓപ്ഷൻ സി ഇന്തോനേഷ്യ. 57 പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാ? അരിസോണ. ഓപ്ഷൻ ബി അരിസോണ. 58 ഖത്തർ ടോപ്പ് ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഖത്തർ ടോപ്പ് ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? തഹസിൻ മുഹമ്മദ് ജംഷീദ് ആണ്. ഓപ്ഷൻ ബി തഹസിൻ മുഹമ്മദ് ജംഷീദ്. 59 2024 ഏപ്രിൽ മാസത്തിൽ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ ഏഷ്യൻ രാജ്യം ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ ഏഷ്യൻ രാജ്യം ഏതായിരുന്നു? തായ്വാൻ ആട്ടോ. ഓപ്ഷൻ ഡി തായ്വാന്. 60 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് ഏതാ? കൊട്ടാരക്കരയാണ്. ഓപ്ഷൻ എ കൊട്ടാരക്കര. 61 പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തി ആരാ? ലൂയിസ് മോണ്ടെനെഗ്രോ ആണ്. ഓപ്ഷൻ സി ലൂയിസ് മോണ്ടെനെഗ്രോ. 62 പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായ വ്യക്തി
ആരാ? ഷെയ്ഫാലി ശരൺ. ഓപ്ഷൻ എ ആണ് ഷെയ്ഫാലി ശരൺ. 63 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് പുറത്തിറക്കിയ നാണയം ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് പുറത്തിറക്കുന്ന നാണയം ഏതാ? 90 രൂപ നാണയമാണ്. ഓപ്ഷൻ എ 90 രൂപ നാണയം. 64 2024 ഏപ്രിൽ മാസത്തിൽ മാലിദ്വീപിൽ വെച്ചിൽ നടന്ന ദോസ്തി 16 കോസ്റ്റ് ഗാർഡ് എക്സസൈസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മാലിദ്വീപിൽ വെച്ച് നടന്ന ദോസ്തി 16 കോസ്റ്റ് ഗാർഡ് എക്സസൈസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ഓപ്ഷൻ സി ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്. എന്താ? ദോസ്തി 16. 65 പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത് എവിടെയാണ്? പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത് എവിടെയാണ്? എവിടെയാ? തമിഴ്നാട്ടിലാണ്. ഓപ്ഷൻ സി തമിഴ്നാട്. പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത് എവിടെയാ? തമിഴ്നാട്. 66-ാം ചോദ്യം 2024 ഏപ്രിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാളി സാഹിത്യകാരൻ ആരാണ്? 2024 ഏപ്രിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാളി സാഹിത്യകാരൻ ആരാ? സി രാധാകൃഷ്ണൻ ആട്ടോ. ആരാ? സി രാധാകൃഷ്ണൻ. 67 യുണൈറ്റഡ് നാഷൻസ് ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായിട്ട് നിയമിതനായ വ്യക്തി ആരാ? യുണൈറ്റഡ് നാഷൻസ് ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായിട്ട് നിയമിതനായ വ്യക്തി ആരാ? കമൽ കിഷോർ ആണ്. കമൽ കിഷോർ. ഓപ്ഷൻ ബി കമൽ കിഷോർ. 68 2024 ഏപ്രിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി ആരാണ്? ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി ഈയിടെ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. ആരാ? ജുവാൻ വിസന്റെ പെരസ് മോറയാണ്. ഓപ്ഷൻ എ ജുവാൻ വിസന്റ് പെരസ് മോറ. 69 മൈക്രോസോഫ്റ്റും ഓപ്പൺ എയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന AI സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? മൈക്രോസോഫ്റ്റും ഓപ്പൺ എയും ചേർന്നിട്ട് നിർമ്മിക്കാനൊരുങ്ങുന്ന AI സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഏതാ? സ്റ്റാർ ഗേറ്റ് ആണ്. ഓപ്ഷൻ എ സ്റ്റാർ ഗേറ്റ്. മൈക്രോസോഫ്റ്റും ഓപ്പൺ എയും തമ്മിൽ ചേർന്നിട്ട് നിർമ്മിക്കാനൊരുങ്ങുന്ന AI സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇത് സ്റ്റാർ ഗേറ്റ്. 70 2024 ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്തെത്തിയ വിദേശ വിനോദസഞ്ചാര കപ്പൽ ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്തെത്തിയ വിദേശ വിനോദസഞ്ചാര കപ്പൽ ഏതാ? ലോഹൻകയാണ്. ലോഹൻക. ഓപ്ഷൻ ബി ലോഹൻക. 71 2020 ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസിംഗ് നടത്തിയ ടീം ഏതാ? 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ റൺ ചേസിംഗ് നടത്തിയ ടീം ഏതാ? കിങ്സ് 11 പഞ്ചാബ് കേട്ടോ. പഞ്ചാബ് കിങ്സ് ആണ്. 72 ഡേറ്റാ വിനിമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായ ഇന്ത്യൻ കമ്പനി ഏതാ? ഡാറ്റ വിനിമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായ ഇന്ത്യൻ കമ്പനി ഏതാ? റിലയൻസ് ജിയോയാണ്. ഓപ്ഷൻ ഡി റിലയൻസ് ജിയോ. 73-ാം ചോദ്യം യന്ത്ര തകരാറ് പരിഹരിച്ച് ഭൂമിയിലേക്ക് വീണ്ടും സന്ദേശം അയച്ച ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? യന്ത്ര തകരാറ് പരിഹരിച്ചിട്ട് ഭൂമിയിലേക്ക് വീണ്ടും സന്ദേശം അയച്ച ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത വസ്തു ഏതാ? വയോജർ 1 പേടകമാണ്. ഓപ്ഷൻ എ വയോജർ 1 പേടകം. 74 ഏറ്റവും കൂടുതൽ സിക്സറുകൾ പിറന്ന 2020 മത്സരം ഏതാണ്? ഏറ്റവും കൂടുതൽ സിക്സറുകൾ പിറന്ന 2020 മത്സരം ഏതാ? കൊൽക്കത്ത വേഴ്സസ് പഞ്ചാബ് കിങ്സ് 11 ആണ് കേട്ടോ. കൊൽക്കത്ത വേഴ്സസ് പഞ്ചാബ് കിങ്സ് ആണ്. 75-ാമത്തെ ചോദ്യം 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആരാ? സുധീർ കാക്കർ ആണ്. സുധീർ കാക്കർ. ഓപ്ഷൻ സി സുധീർ കാക്കർ. ഇന്ത്യൻ സൈക്കോ അനാലിസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സുധീർ കാക്കർ. 76 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതാണ്?
വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതാ? ഏഷ്യയാണ്. ഓപ്ഷൻ എ ഏഷ്യയാണ്. 77 2024 അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? 2024 അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാ? ഓപ്ഷൻ എ ദുബായിലാണ്. 78 ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് 2024 ഏപ്രിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് 2024 ഏപ്രിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാ? ഇക്വഡോർ ആണ്. ഓപ്ഷൻ എ ഇക്വഡോർ. 79 2024 ഏപ്രിൽ കായിക രംഗത്ത് നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരമാരാണ്? വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരം ആരാ? സൗരവ് ഘോഷാലാണ്. ഓപ്ഷൻ ബി സൗരവ് ഘോഷാൽ. 80 വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായിട്ട് പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായിട്ട് പ്രത്യേക ഹൈഡ്രോജൻ വികസിപ്പിച്ച സ്ഥാപനം ഏതാ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. 81 IPL 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ ബൗളർ ആരാണ്? IPL 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ ബൗളർ ആരാ? യുവചേന്ദ്ര ചഹൽ ആണ്. ഓപ്ഷൻ സി ആണ് യുവചേന്ദ്ര ചഹൽ. 82ാമത്തെ ചോദ്യം 2024 ലോറസ് സ്പോർട്സ് അവാർഡ്സിൽ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? 2024 ലോറസ് സ്പോർട്സ് അവാർഡിൽ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? നൊവാക്ക് ജോക്കോവിച്ച്. ഓപ്ഷൻ ഡി നൊവാക്ക് ജോക്കോവിച്ച്. 2024 ഏപ്രിൽ ഇന്ത്യയിൽ നിന്നും ബ്രാഹ്മോസ് മിസൈൽ വാങ്ങിയ രാജ്യം ഏതാണ്? 2024 ഏപ്രിൽ ഇന്ത്യയിൽ നിന്ന് ബ്രാഹ്മോസ് മിസൈൽ വാങ്ങിയ രാജ്യം ഏതായിരുന്നു? ഫിലിപ്പീൻസ് ആണല്ലേ. ഓപ്ഷൻ ബി ഫിലിപ്പീൻസ്. 84ാമത്തെ ചോദ്യം 2024 കാൻഡിഡേറ്റ് ചെസ് വനിതാ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരമാരാണ്? 2024 കാൻഡിഡേറ്റ്സ് ചെസ് വനിതാ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആരായിരുന്നു? കൊനേരു ഹംപി ആണ്. ഓപ്ഷൻ എ ആണ് കൊനേരു ഹംപി. 85 2024 അന്താരാഷ്ട്ര ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താ? 2024 അന്താരാഷ്ട്ര ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താ? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ആണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 86 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് ആരാ? അമിതാഭ് ബച്ചൻ. ഓപ്ഷൻ സി അമിതാഭ് ബച്ചൻ. 87ാം ചോദ്യം കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ താരമാരാണ്? കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാ? ഡി ഗുഗേഷ് ആണ്. ഓപ്ഷൻ എ ഡി ഗുഗേഷ്. 88ാമത്തെ ചോദ്യം 18ാം ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ്? 18ാം ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട ഇലക്ഷൻ നടന്നതെന്നാണ്? എന്നാൽ 2024 ഏപ്രിൽ 19 89ാമത്തെ ചോദ്യം 2024 മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയതാരാണ്? 2024 മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയത് ആരാ? കെസിയ മൊച്ചെയാണ്. ഓപ്ഷൻ സി ആണ് കെസിയ മൊച്ചെ. 90ാമത്തെ ചോദ്യം IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പവർ പ്ലേ സ്കോർ നേടിയ ടീം ഏതാണ്? IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പവർ പ്ലേ സ്കോർ നേടിയ ടീം ഏതാ? സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്.